ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പഴുത്ത അമ്പഴങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 4 അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് 4 കാന്താരി മുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിന്ന് വേവിച്ചെടുക്കണം. കാന്താരി മുളകിന് പകരം പച്ചമുളക് ചേർക്കാം. അതുപോലെ ഇത് നല്ല പുളിയുള്ള അമ്പഴങ്ങയായിട്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിരിക്കുന്നത്. പുളിക്കനുസരിച്ച് എണ്ണം കൂട്ടി കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ തേങ്ങയും 5-6 കൊച്ചുള്ളി 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ അല്പം വെള്ളം ഒഴിച്ച് തരിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ വേവാൻ വെച്ച അമ്പഴങ്ങ എന്തായെന്ന് നോക്കാം. അത് ഇച്ചിരൂടെ ഇനി കുറുകി വരണം. അതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നാടൻ കറി എല്ലാവർക്കും ഈസിയായിട്ട് ട്രൈ ചെയ്യാൻ വെക്കും. സീസണിൽ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ ജാറ് കഴുകി 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് കടുക് വറുത്ത് ചേർക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. സീസണലായിട്ട് നമുക്ക് അമ്പഴങ്ങയൊക്കെ കിട്ടും. ഇത് അന്നേരമൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ ഒരു ഈസി റെസിപ്പിയാണ്. ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനെ നമുക്ക് ആ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ അമ്പഴങ്ങ കറിയെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.